ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ അയില മീൻ വറുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലപോലെ ചതച്ച് എല്ലാം നല്ലതായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടി പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ഇങ്ങനെ എല്ലാം കൂടി പുരട്ടി വെച്ചു. ഇവിടെ ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് മീൻ നമുക്ക് വറുക്കാനിടാം. നമ്മൾ മീനെ തിരിച്ചും മറിച്ചും ഇടണം. ഗൈസ്, ഞാനിവിടെ മോര് കാച്ചാൻ പോവുകയാണ്. അതിന് ഞാൻ ഇച്ചിരി ഉലുവ അങ്ങോട്ട് ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഇടുവാണേ. അത് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കടുക് ഇടാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കടുക് ഇടുവന്നേ. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ജീരകം ഇടുക. ഇവിടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വരമുളക് എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഞാനിതെല്ലാം അതിനകത്തോട്ട് തന്നെ ഞാൻ കായപ്പൊടി ചേർക്കുവന്നേ. ആവശ്യത്തിനുള്ള കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല വഴറ്റാമേ. ഇവിടെ ഞാൻ തൈര് മിക്സിക്കകത്തൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് നമ്മൾ മോര് കാച്ചുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെ പിരിഞ്ഞിരിക്കും. ഞാൻ മോര് ചട്ടിക്കകത്താണ് കാച്ചുന്നേ, മൺചട്ടിക്കകത്ത്. അതിനകത്ത് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു മോര് കറി. ലാസ്റ്റിലാണ് ഉപ്പ് ചേർക്കുന്നു. നേരത്തെ ഉപ്പ് ചേർത്ത് പിരിഞ്ഞു പോകും. നമ്മളിങ്ങനെ തവി എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ആവി പോലെ പോവും പുക. അപ്പം നമ്മൾ ഇത് ഗ്യാസ് ഓഫാക്കി വെക്കണം. മോര് തിളപ്പിക്കാൻ പാടില്ല. ഞാൻ അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുവാണ്. ഗ്യാസ് ഓഫാക്കി. ഇവിടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. ഉരുളക്കിഴങ്ങ് ആദ്യം ഉപ്പിൽ ഞാൻ പറ്റിച്ചു. അത് കഴിഞ്ഞ് അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ പെരിയ ജീരകം അത്രേ ഇട്ടിട്ടുള്ളൂ. വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. നമ്മുടെ സൺഡേ സ്പെഷ്യൽ അയില വറുത്തത്, പച്ചപ്പയർ, പൊട്ടാറ്റോ ഫ്രൈ, മോരുകറി, മാങ്ങ അച്ചാർ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.